നമസ്കാരം. ജർമ്മനിയിലെ ഹാംബുർഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കത്തിയാക്രമണം. 12 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസവും 5 ലക്ഷം യാത്രക്കാർ എത്തുന്ന ജർമ്മനിയിലെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ഹാംബർഗ്. സ്ഥലത്ത് നിന്ന് 39 വയസ്സുള്ള യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആളുകളെയാണ് അക്രമി ലക്ഷ്യമിട്ടതെന്നും ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പോലീസ് അറിയിച്ചു. പ്രാദേശിക സമയം വൈകിട്ട് 6ഓടെയാണ് സംഭവം. ഇതേ തുടർന്ന് 4 ട്രാക്കുകൾ അടച്ചെന്നും ദീർഘദൂര ട്രെയിനുകൾ വൈകിയെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ അക്രമിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ആക്രമണത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല. അടുത്തിടെ ജർമ്മനിയിൽ തീവ്രവാദി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കത്തികൊണ്ട് ആക്രമണങ്ങൾ നടന്നു വന്നിരുന്നു. എന്നാൽ ഇതിന് അതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ വർഷം മാർച്ചിൽ ജർമ്മനിയിലെ മാൻഹെയിം നഗരത്തിൽ കാർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയും ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നു. അപകടത്തിൽ അന്ന് 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ അന്ന് അടുത്തുള്ള സംസ്ഥാനമായ റൈൻലാൻഡ് പാലിനേറ്റിൽ നിന്നുള്ള 40 വയസ്സുള്ള ഒരു ജർമ്മൻകാരനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മാൻഹെയിമിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായ പ്ലാൻകിനിൽ ആൾക്കൂട്ടത്തിന് നേരെ കറുത്ത SUV പാഞ്ഞു കയറ്റുകയായിരുന്നു. ജർമ്മനിയിൽ സമീപ മാസങ്ങളിൽ ഇത്തരത്തിൽ നിരവധി തവണ കാറുകൾ ഉപയോഗിച്ചും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. മ്യൂണിക്കിൽ ഫെബ്രുവരി 13-നുണ്ടായ സമാന ആക്രമണത്തിൽ 37-കാരിയും 2 വയസ്സുള്ള അവരുടെ കുഞ്ഞും മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബവേറിയൻ സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ റാലിക്കിടയിലേക്കായിരുന്നു അന്ന് കാർ ഇടിച്ചു കയറ്റിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 24-കാരനായ അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥിയെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു.